കാലം ലേണിംഗ്. അപ്പോൾ അനിറ്റ മിസ്സാണേ. നമ്മുടെ ആനുവൽ എക്സാം വാർഷിക പരീക്ഷയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിസ്സിന് അറിയാം ചില കുട്ടികൾക്ക് ഇപ്പം ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ മറ്റ് ചില കുട്ടികൾക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം സ്റ്റാർട്ട് ചെയ്ത മക്കൾക്കും അതുപോലെ തന്നെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മക്കൾക്കും എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ് വളരെ ഉപകാരപ്രദമാവും. അപ്പോൾ ഇന്ന് മിസ്സ് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻ്റഗ്രേഷൻ, അതായത് ഉദ്ഗ്രഥത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്താനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ മുങ്ങുന്നവയെയും പൊങ്ങിക്കിടക്കുന്നവയെയും കണ്ടെത്തി എഴുതുക. അപ്പോൾ താഴെ നിങ്ങൾക്കൊരു ചെറിയൊരു ബോക്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പം മിസ് ഒരു ബോക്സും കൂടി അങ്ങ് വരയ്ക്കാം അല്ലേ. ഒരു ചെറിയൊരു ബോക്സ് ഇപ്പം മിസ് വരച്ചു തരാം. ആ ബോക്സിൽ നിങ്ങൾക്ക് കുറേ ഐറ്റംസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവയുടെ പേരുകളാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഓക്കെ, ആ ബോക്സിൽ എന്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ആണിയുണ്ട്, കല്ല്, പേപ്പർ, നാണയം, ഉള്ളി, തക്കാളി, പെൻസില്, കത്രിക, ചുറ്റിക, പന്ത്, കടല, പയറ്, പച്ചമുളക്. അപ്പോൾ കുറേ ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവയിൽ ഏതൊക്കെയാണ് വെള്ളത്തിൽ മുങ്ങുന്നവ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഉത്തരം എഴുതണം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്കൊന്ന് ചെക്ക് ചെയ്താലും, മുങ്ങിക്കിടക്കുന്നത് ഏതൊക്കെയാണ്? ആണി മുങ്ങിക്കിടക്കും, കല്ല്, അതുപോലെ കടല, പയറ്, നാണയം, കത്രിക, ചുറ്റിക, ഇവയൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവയാണ്. ഇനി അതേസമയം പേപ്പർ, അതുപോലെ ഉള്ളി, തക്കാളി, പെൻസില്, അതുപോലെ പന്ത്, പച്ചമുളക്, ഇവയൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവയാണ്. അപ്പം മുങ്ങുന്നവ ഏത്, പൊങ്ങുന്നവ ഏത് എന്ന് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം, ആഹാര സാധനങ്ങളെ തരംതിരിക്കാനാണ്. ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പഴംപൊരി ഉണ്ട്, അതുപോലെ തന്നെ പരിപ്പ് വടയുണ്ട്, കൊഴുക്കട്ടയുണ്ട്, പിന്നെ വട്ടയപ്പം ഉണ്ട്, പിന്നെ ഇലയടയുണ്ട്, അതുപോലെ തന്നെ നെയ്യപ്പം ഉണ്ട്. അപ്പം നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആഹാര സാധനങ്ങളുടെ പേരൊന്നും പറയാനല്ല, നേരെ മറിച്ച് അതിനെ നമുക്കൊന്ന് തരംതിരിക്കണം. എങ്ങനെ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും? യെസ്, നമുക്കറിയാമല്ലേ, ഇതിൽ കുറച്ചെണ്ണം എന്ന് പറയുന്നത് ആവിയിൽ വേവിക്കുന്നതാണ്, ആവിയിൽ പുഴുങ്ങുന്നവയാണ്. പക്ഷെ ചിലതൊക്കെ എന്താണ്? എണ്ണയിൽ വറുത്തെടുക്കുന്നവയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമുക്കൊന്ന് തരംതിരിക്കാം. എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കാനായിട്ട് പോകുന്നത്? ആവിയിൽ പുഴുങ്ങുന്നവ ഏതൊക്കെയാണ്, അതുപോലെ എണ്ണയിൽ വറുത്തെടുക്കുന്നവ ഏതൊക്കെയാണ്? അപ്പോൾ എൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയായിരിക്കും? യെസ്, ആവിയിൽ പുഴുങ്ങുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ് നമ്മുടെ കൊഴുക്കട്ട, ഇലയട, വട്ടയപ്പം മുതലായവ. അതുപോലെ എണ്ണയിൽ വറുത്തെടുക്കുന്നവയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ പഴംപൊരി, പരിപ്പുവട, നെയ്യപ്പം മുതലായവ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ആരോഗ്യശീലങ്ങളുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്റർ നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ 2 പോസ്റ്റർ മക്കൾക്ക് വേണ്ടി മിസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക കേട്ടോ. ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്, ജങ്ക് ഫുഡുകൾ ആരോഗ്യത്തിന് ഹാനികരമാണ്, അതുപോലെ തന്നെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ നാടിൻ്റെ സമ്പത്ത്. ഈ 2 പോസ്റ്ററുകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചോദ്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ മിനി മാരത്തോണും മെഗാ മാരത്തോണുകളൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും all the very best and thank you so much. Bye bye.